നമസ്കാരം. ഇടതു സർക്കാരിന്റെ ഭരണകാലത്ത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച CMRL എക്സാലോജിക് മാസപ്പടി കേസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുകയാണ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ കണ്ണൂരിലെ പിണറായി പാണ്ഡ്യാലമുക്കിലെ വസതിയിലും മരുമകനും CPM നേതാവുമായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വീട്ടിലുമടക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് നിർണായക മിന്നൽ പരിശോധന നടത്തിയത്. പ്രതികൾ വീണ്ടും കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് കേന്ദ്ര അനുമതിയോടുകൂടിയാണ് ED ഉദ്യോഗസ്ഥരുടെ സംഘം ഒരേ സമയം 12 ഇടങ്ങളിലായി ഇന്ന് രാവിലെ മിന്നൽ റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട യാതൊരുവിധ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ED ഉദ്യോഗസ്ഥർ തന്നെ സെർച്ച് റിപ്പോർട്ട് എഴുതി നൽകിയതായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അവകാശപ്പെടുന്നു. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരെ CMRL കമ്പനി നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ കേരള ഹൈക്കോടതി അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു EDയുടെ ഈ നാടകീയ നീക്കം. അപ്രതീക്ഷിതമായിരുന്നു EDയുടെ നീക്കങ്ങൾ. രാവിലെ 8:30 അടഞ്ഞുകിടന്ന പിണറായിയിലെ വീട്ടിൽ ജീവനക്കാരെത്തി വാതിൽ തുറന്നു നൽകിയ ശേഷമാണ് ED പരിശോധന ആരംഭിച്ചത്. പ്രധാന വീടിനൊപ്പം അതിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലും ഉദ്യോഗസ്ഥർ അരിച്ചുപെറുക്കി. ഇന്നലെ രാവിലെ 10:20 ED അന്വേഷണത്തിനെതിരെയുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി ജസ്റ്റിസ് TR രവി പുറപ്പെടുവിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മേൽക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും ആവശ്യത്തെ ED ശക്തമായി എതിർക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹർജിക്കാർക്ക് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കണമെങ്കിൽ തന്നെ 2 ദിവസത്തെ അവധിക്ക് ശേഷം വെള്ളിയാഴ്ച മാത്രമേ അതിന് സാധിക്കൂ. ഈ അവസരം ED കൃത്യമായി വിനിയോഗിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും ED റെയ്ഡ് നടത്തുന്ന കാര്യം നിയമവൃത്തങ്ങളിൽ പോലും പലരും അറിഞ്ഞതേറെ വൈകിയാണ്. ഇന്നലെ കോടതി വിധി എതിരായെങ്കിലും ഇന്ന് റെയ്ഡ് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ T വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL വഴിവിട്ട രീതിയിൽ പണം നൽകി എന്നതാണ് കേസിന്റെ ആധാരം. കൊച്ചി ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയാണ് CMRL. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് യാതൊരുവിധ IT സേവനങ്ങളും ലഭ്യമാക്കാതെ 1.72 കോടി രൂപയോളം കൈമാറി എന്നതാണ് കേസിലെ പ്രാഥമിക ആരോപണം. എന്നാൽ പിന്നീട് നടന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം ഈ തുക ഏകദേശം 2.70 കോടിയോളം വരുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ സാമ്പത്തിക ഇടപാടിലേക്ക് നയിച്ച സാഹചര്യം പരിശോധിക്കുമ്പോൾ റവന്യൂ വകുപ്പിലെ ചില ഉന്നതതല ഇടപെടലുകളും കാണാം. ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ എന്നീ തീരദേശ മേഖലകളിൽ കരിമണൽ ഖനനം നടത്തുന്നതിനായി CMRL വൻതോതിൽ ഭൂമി വാങ്ങിയിരുന്നു. എന്നാൽ തീരദേശ സംരക്ഷണ നിയമങ്ങളും പ്രാദേശികമായ എതിർപ്പുകളും കാരണം കമ്പനിക്ക് ഇവിടെ ഖനനാനുമതി ലഭിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ നേരിട്ടിടപെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിനോട് കമ്പനിയുടെ പ്രൊമോട്ടറായ S ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടതായി ആരോപണമുയർന്നു. ഈ ഇടപെടലിന് തൊട്ടു പിന്നാലെ 2016 ഡിസംബർ 20 വീണയെ പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ CMRLൽ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുന്നു. തൊട്ടടുത്ത വർഷം 2017 മാർച്ച് 2 എക്സാലോജി കമ്പനിയുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ പരിപാലന കരാറിലും കമ്പനി ഏർപ്പെട്ടു. റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് ഈ പ്രതിമാസ പണമിടപാടുകളെന്നാണ് പ്രധാന ആരോപണം. ഈ കേസിന് അടിസ്ഥാനമായ കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് 2019 ജനുവരി 25 ആദായ നികുതി വകുപ്പ് CMRL ഓഫീസുകളിലും അതിന്റെ പ്രൊമോട്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വസതികളിൽ നടത്തിയ റെയ്ഡിലൂടെയാണ്. ട്രാൻസ്പോർട്ടേഷൻ ചെലവുകളും സ്ലഡ്ജ് കൈകാര്യം ചെയ്യാനുള്ള ചെലവുകളും വ്യാജമായി വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് കമ്പനി 133.82 കോടി രൂപ മുതൽ 182 കോടി രൂപയുടെ വരെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. ഇങ്ങനെ നിയമവിരുദ്ധമായി സമാഹരിച്ച കള്ളപ്പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വിതരണം ചെയ്യാൻ ഉപയോഗിച്ചതായും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഹിതമാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. 2017-2018 മുതൽ 2019-2020 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ CMRL എക്സാലോജിക്കിന് നൽകിയ 1.72 കോടി രൂപ കമ്പനിയുടെ യഥാർത്ഥ ബിസിനസ് ചെലവായി കാണിക്കാൻ കഴിയില്ലെന്ന് ആദായ നികുതി വകുപ്പ് ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് 2ാം ബെഞ്ച് വിധിച്ചതോടെ ആരോപണങ്ങൾക്ക് നിയമപരമായ അടിത്തറയായി. ഈ ഇടപെടലിലൂടെ കമ്പനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നേടിയെടുക്കാൻ ശ്രമിച്ചതായും ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും നൽകിയ സത്യവാങ്മൂലങ്ങളിൽ എക്സാലോജിക് തങ്ങൾക്ക് യാതൊരുവിധ വർക്കുകളോ സോഫ്റ്റ്വെയർ പരിപാലനങ്ങളോ നൽകിയിട്ടില്ലെന്ന് സമ്മതിച്ചിരുന്നു. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഇടപെടലുകളാണ് കേസിന് പിന്നീട് ഗതിവേഗം നൽകിയത്. പണമിടപാടുകളിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ROC രേഖപ്പെടുത്തിയത്. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകൾക്ക് ആധാരമായ സോഫ്റ്റ്വെയർ പരസ്യങ്ങളോ ആശയവിനിമയങ്ങളോ കരാറുകളുടെ കൃത്യമായ പകർപ്പുകളോ ഹാജരാക്കാൻ 2 കമ്പനികൾക്കും കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC 13.4% ഓഹരി പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയത് കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 188 നഗ്നമായ ലംഘനമാണെന്നും കൂടാതെ സെക്ഷൻ 448 ലംഘിച്ചതായും കണ്ടെത്തി.
ഈ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കപ്പെടുകയും ED CBI അന്വേഷണങ്ങൾക്ക് ശുപാർശ ചെയ്യുകയുമായിരുന്നു. BJP നേതാവായ ഷോൺ ജോർജ് വിഷയത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ സമീപിച്ചതിനെ തുടർന്ന് 2024 ജനുവരി 31 കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിക്കുന്നു. ഇതിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും റിട്ട് ഹർജി തള്ളപ്പെട്ടു. 2025 ഏപ്രിൽ 3 സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ സമർപ്പിച്ച 160 പേജുള്ള കുറ്റപത്രത്തിൽ വീണയെ 11ാം പ്രതിയാക്കി തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സെക്ഷൻ 447 പ്രകാരമാണ് SFIO കേസെടുത്തിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിലെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. 1. ഫണ്ട് വകമാറ്റൽ. CMRൽ നിന്ന് ലഭിച്ച പണം വീണ തന്റെ വ്യക്തിഗത ബാധ്യതകൾ തീർക്കാനായി വകമാറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും CMRൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തോടുണ്ടായിരുന്ന കടബാധ്യതകൾ തീർക്കാനാണ് എക്സാലോജിക് ഈ പണം വിനിയോഗിച്ചത്. മറ്റൊന്ന് പൊതുജന നഷ്ടമാണ്. പൊതുജന പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് ഇത്തരത്തിൽ വകമാറ്റിയത് വഴി CMRൽ നേരിട്ട് സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നതായിരുന്നു മറ്റൊരു കണ്ടെത്തൽ. ചെന്നൈയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ കമ്പനി യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായി SFIO അവകാശപ്പെട്ടു. എന്നാൽ ഇത് വെറും അടിസ്ഥാനരഹിതമായ പ്രചാരണം മാത്രമാണെന്ന് പറഞ്ഞ് വീണ തള്ളിക്കളയുകയായിരുന്നു. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ RBI, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, സെൻട്രൽ ഇക്കണോമിക്സ് ഇന്റലിജൻസ് ബ്യൂറോ NCLT എന്നിവർക്ക് തുടർ നടപടികൾക്കായി SFIO കൈമാറി. മാസപ്പടി കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനായി CPM തങ്ങളുടെ പാർട്ടി കേഡർമാർക്കായി 2024 ഫെബ്രുവരിയിൽ ഒരു വിശദീകരണ ലഘുലേഖ പുറത്തിറക്കുകയുണ്ടായി. പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു നീക്കമായിരുന്നു ഇത്. മുമ്പ് സമാനമായ രീതിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നപ്പോൾ പാർട്ടി പുലർത്തിയ മൗനം ഈ കേസിൽ തിരുത്തപ്പെട്ടു. ഈ ലഘുലേഖയിൽ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും മുൻകാലങ്ങളിൽ സ്വർണ്ണക്കടത്ത് കേസ് ഉപയോഗിച്ച് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ തുടർച്ചയാണിതെന്നും ആരോപിക്കുന്നു. എന്നാൽ ഈ ലഘുലേഖയിൽ എവിടെയും വീണയുടെയോ CMRL കമ്പനിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും പ്രാഥമിക തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി 2024 മെയ് 6 കോടതി ഈ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. തുടർന്ന് 2025 ജൂണിൽ മുതിർന്ന പത്രപ്രവർത്തകനായ MR അജയൻ സമർപ്പിച്ച CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിക്കെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഈ ഹർജി കേവലം രാഷ്ട്രീയ പ്രേരിതമാണെന്നും യാതൊരുവിധ വസ്തുതകളും ഇല്ലാതെ നടത്തുന്ന അന്വേഷണ ശ്രമം മാത്രമാണെന്നും പിണറായി വിജയൻ വാദിച്ചു. തന്റെ മകളുടെ ബിസിനസ് കാര്യങ്ങളിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നും ഫെഡറൽ തത്വങ്ങളെ തകിടം മറിക്കുന്നതായി സംസ്ഥാന ഏജൻസികളെ അവഗണിച്ചുകൊണ്ട് നേരിട്ട് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം സമർപ്പിച്ചു. എന്നാൽ വീണയുടെ വാദം ഇങ്ങനെയായിരുന്നു. തന്റെ പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിന് 2 വർഷം മുമ്പ്, അതായത് 2014 സ്ഥാപിച്ചതാണ് എക്സാലോജിക് എന്നും ഇതിന് തന്റെ പിതാവിന്റെ പദവിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും വീണ വാദിച്ചു. എല്ലാ ഇടപാടുകളും സുതാര്യമായി ബാങ്ക് വഴിയാണ് നടന്നിട്ടുള്ളത്. കൂടാതെ തന്റെ ഭർത്താവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ സ്വത്ത് സത്യവാങ്മൂലവുമായി ബന്ധപ്പെടുത്തി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റിദ്ധാരണജനകമാണെന്നും അദ്ദേഹം എക്സാലോജിക്കിന്റെ ഡയറക്ടറോ ഗുണഭോക്താവോ അല്ലെന്നും അവർ അന്ന് വ്യക്തമാക്കി. ഇതിനിടെ BJP നേതാവ് ഷോൺ ജോർജ് 2025 ജൂലൈയിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ തട്ടിപ്പുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി നിരോധന നിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ CBIയും EDയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഹൈക്കോടതി വീണ വിജയൻ അടക്കമുള്ള 12ഓളം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED 2024 ഏപ്രിലിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യൽ വേളയിൽ ED ഉദ്യോഗസ്ഥർ തങ്ങളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചതായി CMRL സീനിയർ ഉദ്യോഗസ്ഥരായ ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള, സുരേഷ് കുമാർ എന്നിവർ ആരോപിച്ചതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിലെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിച്ചു വെക്കണമെന്ന് 2024 ജൂണിൽ കേരള ഹൈക്കോടതി EDയോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് EDയുടെ കേസ് അന്വേഷണവും സമൻസുകളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും സമർപ്പിച്ച റിട്ട് ഹർജികളിലാണ് 2026 മെയ് 26 കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജസ്റ്റിസ് TR രവി പുറപ്പെടുവിച്ച നിർണായക വിധിയിലൂടെ വലിയ വഴിത്തിരിവുണ്ടായത്. കോടതി ഹർജികൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. 1. പ്രെഡിക്റ്റ് ഒഫൻസ്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അന്വേഷണം തുടങ്ങുന്നതിനോ സെക്ഷൻ 50 പ്രകാരം സമൻസ് അയക്കുന്നതിനോ മുൻകൂറായി ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് വ്യവസ്ഥയില്ല. SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 447 ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യമായതിനാൽ ED രജിസ്റ്റർ ചെയ്ത കേസിന്റെ ആധികാരികതയും വർദ്ധിച്ചു. ആദായ നികുതി ആക്ടിലെ സെക്ഷൻ 245H പ്രകാരമുള്ള ക്രിമിനൽ നടപടികളിൽ നിന്നുള്ള സംരക്ഷണം മറ്റ് കേന്ദ്ര നിയമങ്ങൾക്കോ IPC വകുപ്പുകൾക്കോ ബാധകമല്ല. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനായി 2 ആഴ്ചത്തേക്ക് താൽക്കാലിക സ്റ്റേ അനുവദിക്കണമെന്ന CMRL ഉദ്യോഗസ്ഥരുടെ ആവശ്യവും ഹൈക്കോടതി നിരസിച്ചു.
ഹൈക്കോടതി വിധി പുറത്തു വന്ന തൊട്ടടുത്ത ദിവസം, അതായത് ബുധനാഴ്ച രാവിലെ തന്നെ ഇഡിയുടെ പണമിടപാട് കേസിലെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയതോടെ ഏജൻസി അതിശക്തമായ നടപടികളിലേക്ക് കടന്നു. CMRL ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് കാത്തു നിൽക്കാതെ ഒരു പടി കൂടി കടന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലും മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ വസതിയിലും CMRL ഓഫീസുകളിലും ഇഡി ഒരേ സമയം റെയ്ഡുകളും പരിശോധനകളും പുനരാരംഭിച്ചു. കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നിയമ നടപടികളിലേക്കാണ് മാസപ്പടി കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്ന് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇഡി സംഘം നാടകീയമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ വൻതോതിൽ തടിച്ചുകൂടിയ CPM പ്രവർത്തകർ കടുത്ത പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി കൂകി വിളിക്കുകയും ഇവരുടെ വാഹനങ്ങൾ തടയുകയും തല്ലി തകർക്കുകയും ചെയ്തു. റെയ്ഡിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറിയ ശേഷമാണ് സംഘർഷം കനത്തത്. കാറിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ അടിച്ചു തകർത്തു. തടയാൻ ശ്രമിച്ച പോലീസും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഉദ്യോഗസ്ഥർ വന്ന 3 കാറുകളുടെ ഗ്ലാസും പ്രവർത്തകർ തകർത്തു. പോലീസ് ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. തലസ്ഥാനത്ത് പിണറായി വിജയനും ഭാര്യയും മകൾ വീണ വിജയനും താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വസതിയിൽ കേന്ദ്ര സായുധ പോലീസിന്റെ കനത്ത സുരക്ഷാ വലയത്തിൽ ഇഡി റെയ്ഡും വീണ വിജയനെ ചോദ്യം ചെയ്യലും ദീർഘനേരം തുടർന്നു. തലസ്ഥാനത്ത് മുൻ മന്ത്രി വി ശിവൻകുട്ടി, ആനാവൂർ നാഗപ്പൻ, വി ജോയ്, VK പ്രശാന്ത്, ബിനീഷ് കോടിയേരി തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് ശക്തമായ പ്രതിഷേധവും അരങ്ങേറി. 8 മണിക്കൂർ നീണ്ട പരിശോധന പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഉദ്യോഗസ്ഥർ പിണറായിയുടെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിൽ നിന്നുള്ള വീട്ടിൽ നിന്നും മടങ്ങിയത്. ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെ പാടുപെട്ടാണ് പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചത്. അതേസമയം പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കണ്ണൂരിലും സമാനമായിരുന്നു അവസ്ഥ. റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെ കൂക്കുവിളിയും ഉണ്ടായി. എന്നാൽ നേതൃത്വം ഇടപെട്ടത് തടയുകയായിരുന്നു. മുഹമ്മദ് റിയാസിന്റെ കൊട്ടൂളിയിലെ വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി ഇഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വൻ പ്രതിഷേധം അവിടെയും അരങ്ങേറി. വീടിന് മുന്നിൽ തടിച്ചുകൂടിയ CPM പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ കൂക്കി വിളിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. CMRL MD ശശിധരൻ കർത്തയുടെ വസതി ഉൾപ്പെടെ സംസ്ഥാനത്തെ 12ഓളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടന്നത്. റെയ്ഡിനെതിരെ സംസ്ഥാന വ്യാപകമായി CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. ഇഡി എന്നത് കേന്ദ്ര ഏജൻസിയാണ്. നമ്മുടെ നാട്ടിൽ CPMകാർ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ വെല്ലുവിളിക്കുന്നത് പോലെയോ ഭീഷണിപ്പെടുത്തുന്നത് പോലെയോ അല്ല ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ. ശക്തമായ നിയമ നടപടി തന്നെ ഇക്കാര്യത്തിൽ പ്രതികളായവർക്ക് നേരിടേണ്ടി വരും. കൂടാതെ ഉദ്യോഗസ്ഥർ വന്ന വാഹനവും CPMകാർ തല്ലി തകർത്തിരിക്കുകയാണ്. ചാനൽ ക്യാമറകളിൽ ഈ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. വാഹനം തല്ലി തകർത്ത പ്രതികൾ വാഹനത്തിന്റെ വില ഉൾപ്പെടെ കെട്ടിവെച്ചാൽ മാത്രമേ ഈ നിയമ നടപടികളിൽ നിന്ന് ഊരിപ്പോക്ക് നടക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPMകാർക്ക് കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയാണ്.